മലപ്പുറം കിച്ചണിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് നോമ്പ് തുറ സമയത്തും അല്ലാതെ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. നല്ലൊരു ഹെൽത്തി കേക്കാണ്. ഇത് ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു സോഫ്റ്റ് ഉള്ളൊരു കേക്കാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അത് മാത്രമല്ല ഹെൽത്തിയാണ്. ഹെൽത്തി എന്ന് പറയാൻ കാരണം ഇതിൽ ഞാൻ ഓയിലോ കൂടുതലായിട്ട് മൈദയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ ക്യാരറ്റ് വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ ക്യാരറ്റ് കേക്കിലേക്ക് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കാറ്. അപ്പോൾ ഇത് ഞാനിവിടെ 3 ക്യാരറ്റ് മീഡിയം സൈസ് ക്യാരറ്റ് കുക്കറിലിട്ടിട്ട് തൊലി പീൽ ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ച് വെച്ചതാണിത്. ഇത് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. കാരണം ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കേക്കിന് ബാറ്ററി തയ്യാറാക്കാം. ഇതിനായിട്ട് 3 മുട്ട ഞാനിവിടെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ മുട്ടയുടെ മണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്തത്. ഇനി ഒരു അത്യാവശ്യം നന്നായി ബീറ്റായി വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, കൂടുതലായിട്ട് മധുരം ചേർക്കരുത്, ഒരു ഇളം മധുരം മതി നമ്മൾ കേക്കിന്. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യില്ല, അതുപോലെ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. അതുപോലെ പതഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ബൗളിൽ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കുക. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതിൽ മൈദ കുറഞ്ഞ അളവിൽ ചേർക്കുന്നുള്ളൂ, പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് മൈദയ്ക്ക് പകരം അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. ഞാൻ അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, അത് ചേർത്താലും ചേർത്തില്ലെങ്കിലൊക്കെ ഒരുപോലെ തന്നെയാണ്. കേക്ക് നല്ല പൊങ്ങി വരും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തണുക്കുന്ന സമയത്ത് നമ്മളെ കേക്ക് നന്നായിട്ട് താഴ്ന്നു വരും. അങ്ങനെ ഒരു കേക്കാണിത്. കാരണം നമ്മളിതിൽ മൈദ ഒന്നും ചേർക്കാത്ത, ഓയിലൊന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അതിച്ചിട്ട് കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടിയും മൈദയുടെയും ഈ മിക്സ് ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. മൈദയും പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ നല്ല പോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ബീറ്റർ ഉപയോഗിക്കണ്ട. ഇനിയിപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർക്കുക. ക്യാരറ്റും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. നമ്മൾ ബാറ്ററിൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ കേക്ക്, നല്ല ഹെൽത്തി ആയിരിക്കും. നമുക്ക് നോമ്പുള്ള സമയത്തൊക്കെ ഓയിലൊന്നും ഇല്ലാത്ത ഒരു ഇത് കഴിക്കാൻ പറ്റും. സാധാരണ നമ്മൾ കേക്കിലൊക്കെ കുറേ ഓയിലോ ബട്ടറോ എന്തെങ്കിലുമൊക്കെ ചേർക്കേണ്ടി വരും. ഇതിലൊന്നും ചേർക്കുന്നില്ല നമ്മൾ. നല്ല ഹെൽത്തിയാണിത്. അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു സോസ് പാനിൽ ഇത് നെയ്യൊന്ന് അടിയിൽ തടവി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ കേക്കൊക്കെ വേവിക്കുന്നത് പോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പാൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പകുതി വേവാകുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. ഞാനൊരു കത്തി വെച്ചിട്ട് കുത്തി നോക്കിയപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇതാണ് ഇതിൻ്റെ അടിഭാഗം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അങ്ങോട്ട് പൊങ്ങി വരും, പിന്നെ കുറച്ച് തണുക്കുന്ന സമയത്ത് താഴ്ന്നു പോകും. പക്ഷെ കഴിക്കാൻ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ പറഞ്ഞല്ലോ ക്യാരറ്റ് വേവിച്ച് അരച്ച് ചേർത്തുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കേക്കിന്. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. മുട്ടയും ക്യാരറ്റൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാകും. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെ നന്ദി.